ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ഖത്തറിൽ ഏഷ്യൻ ടൗണിന്റെ അടുത്തുള്ള ഖത്തർ റേസിംഗ് ക്ലബ്ബിൽ ഒരുവിധം എല്ലാ വീക്കിലും ഫ്രീ സ്റ്റൈൽ ഡ്രിഫ്റ്റിംഗ് കോമ്പറ്റീഷനും സാൻഡ് ട്രാക്ക് കോമ്പറ്റീഷനും അങ്ങനെ പല കോമ്പറ്റീഷൻസും നടക്കാറുണ്ട്. ഖത്തർ റേസിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പേജ് ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇവരുടെ ഓരോ ഇവന്റുകൾ വരുമ്പോഴും അതിൽ കാണാറുണ്ട് പോസ്റ്റുകൾ. പിന്നെ ഇതിനായിട്ട് ഇത്ര ദൂരം വരണ്ടേന്ന് ആലോചിക്കുമ്പോൾ മടിയാവും. അങ്ങനെ ഒരു ദിവസം ബർവാ സിറ്റിയിൽ എൻ്റെ ഒരു പുതിയ പേഷ്യന്റിന്റെ വീട്ടിൽ ഹൗസ് വിസിറ്റിന് വന്നപ്പോഴാണ് മാപ്പ് നോക്കിയപ്പോൾ ഇത് അതിന്റെ തൊട്ടടുത്താണെന്ന് മനസ്സിലായത്. ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആയി ഞാൻ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ അത് മിസ് ചെയ്യേണ്ടത് ശരിയല്ലല്ലോ. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഓരോ കണ്ടസ്റ്റൻസ് ട്രാക്കിലേക്ക് അവരെ വണ്ടിയായിട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യം തന്നെ ഭക്ഷണത്തിനെ കുറിച്ച് പറയാം. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഭക്ഷണം കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. ജ്യൂസ്, ടീ, കോഫി, ബർഗർ, സാൻഡ്വിച്ച്, ഷവർമ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ട്. ഇവരുടെ ഖത്തർ റേസിംഗ് ക്ലബിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ എന്തായാലും പുറത്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം എന്തായാലും അങ്ങനെ സോർട്ടഡ് ആണ്. പിന്നെ അതുപോലെ സീറ്റിങ്ങിന്റെ കാര്യം, ഇതില് എൻട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നേരത്തെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വിശാലമായിട്ട് ഇരുന്ന് തന്നെ കാണാം. ഇനി അതല്ല നിങ്ങൾ ലേറ്റ് ആയി എത്തുകയാണെങ്കിൽ ഒരു പക്ഷെ നിന്ന് കാണേണ്ടി വരും. എന്നാൽ നമുക്ക് കുറച്ച് ഡ്രിഫ്റ്റിംഗ് കണ്ടോക്കാം. ഇവിടെ ഇന്നത്തെ ദിവസം ഡ്രിഫ്റ്റ് ചെയ്യുന്നത് LM100 സീരീസ് ലാൻഡ് ക്രൂസറും അതുപോലെ നിസാൻ പെട്രോളും ഒക്കെയാണ്. ഇതുവരെ പ്രധാനമായിട്ടും ഷോക്കേസ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ പല കമ്പനികളും അവർ ഡിസൈൻ ചെയ്യുന്ന അവരുടെ ഓരോ വണ്ടികളും എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്ത് അതിന്റെ പെർഫോമൻസും അതിന്റെ ട്യൂണിംഗ് ഒക്കെ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അതെല്ലാവരും കാണിക്കുക. അതുപോലെ അവർ ചെയ്ത വണ്ടികളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും കാണിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. ആളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കുറെ കറങ്ങി അവസാനം സൈഡിൽ വന്ന് തട്ടി കാരണം ബാക്ക് തട്ടിയിട്ട് ബമ്പർ എല്ലാം പോയി. അത് വന്ന് തട്ടി ഇവർ പുറത്തിറങ്ങിയപ്പോഴേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം വന്ന് അവരെല്ലാ സംഗതികളും അവിടുന്ന് ക്ലിയർ ചെയ്തു. പെർഫോമൻസും സ്റ്റണ്ടും ഡ്രിഫ്റ്റിംഗും അതുപോലെ വണ്ടി അവർ ട്യൂൺ ചെയ്തതും ഇതിലെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒന്നിപ്പോൾ നമ്മൾ കണ്ട ആ ബാക്ക് വന്ന് ബമ്പർ അടിച്ച് കാറും ഇപ്പൊ പെർഫോം ചെയ്യുന്ന ഈ ബ്ലാക്ക് ലാൻഡ് ക്രൂസർ കഴിഞ്ഞ് വരാൻ പോകുന്ന ലാൻഡ് ക്രൂസർ, അതായത് സൈഡിൽ 505 എന്ന് പറഞ്ഞ സ്റ്റിക്കർ ചെയ്തൊരു ലാൻഡ് ക്രൂസർ. ആളുടെ സ്റ്റണ്ടിങ്ങും ഡ്രിഫ്റ്റിംഗും കോർണറിങ്ങും ഒക്കെ ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. അതുപോലെ അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ഗ്രീൻ കളർ നിസാൻ പെട്രോൾ, എന്താ പറയാ, നമ്മൾ പറയില്ലേ തീപ്പൊരു പ്രകടനം എന്നുള്ളത്, അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. കണ്ടു നോക്ക്. ഇപ്പൊ മനസ്സിലായോ എന്തായിരുന്നു തീപ്പൊരു പ്രകടനം എന്നുള്ളത്? ഇതന്നെയായിരുന്നു പ്രശ്നം. ആ ടയറുകളിട്ട് ബേൺ ഔട്ട് ചെയ്തിട്ട് അവസാനം പാവത്തിന്റെ ടയർ വരെ പൊട്ടിപ്പോയി. ഇതൊരു നോക്കൌട്ട് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ആ പാവം ആ ടയർ പൊട്ടിയതിന്റെ പേരിൽ നോക്കൌട്ട് ആവുമെന്ന് അറിയില്ല. കാരണം അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഇവിടെ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, നിർബന്ധമായിട്ട് ഒരു മാസ്കുമായിട്ട് വരിക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളായിട്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവരണം. കാരണം ഈ ടയർ ബേൺ ചെയ്യുന്നതിന്റെ സ്മോക്ക് എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. രണ്ടാമത്തെ കാര്യം ഗാലറിയുടെ കാര്യം. രണ്ട് സൈഡിലായിട്ടാണ് ഇവരുടെ ഗാലറി ഉള്ളത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എൻട്രൻസിന് രണ്ടാമത് കാണുന്ന സ്കൈ ബ്രിഡ്ജ് എടുത്ത് കയറി വരുമ്പോൾ അവിടെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം കുറച്ചും കൂടെ വൃത്തിക്കുള്ള ഒരു വ്യൂ നമുക്ക് ഈ ഭാഗത്ത് നിന്നാണ് കിട്ടുക. അങ്ങനെ ഒരു 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ പുറത്ത് വന്നപ്പോൾ ഫുള്ള് ലാൻഡ് ക്രൂസർ, അതിന്റെ ഇടയിൽ ദേ കിടക്കും നമ്മുടെ വണ്ടി. കാണുമ്പോൾ ലാൻഡ് ക്രൂസറിന്റെ സൈസ് ഇല്ലാന്നേ ഉള്ളൂ. 3.6 ലിറ്റർ V6 എഞ്ചിനാണ് ആള്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.